കണ്ണൂർ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുൾപ്പെടെ നേതൃത്വത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ നേതാക്കൾ ഉൾപ്പെടെ നിരവധി CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരും ഇന്നത്തെ യോഗത്തെക്കുറിച്ച് പറയാൻ. അതുപോലെ പാർട്ടി പ്രതിരോധത്തിലായ വിവരങ്ങളെക്കുറിച്ച് പറയാൻ ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്തെ, സംസ്ഥാന നേതൃത്വം വളരെ സീരിയസ് ആയിട്ടാണോ വിമർശനത്തിന് കാണുന്നത്? മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാർട്ടി അത് കറക്ഷൻ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. പറയൂ വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. CPIM-നെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വെളിപ്പെടുത്തലാണ് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരിയിൽ RSS പ്രവർത്തകരുടെ ആക്രമണത്തിൽ മരിച്ച ധൻരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ടും ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റി നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിലും തിരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിക്കുന്നതിലും വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ പാർട്ടിയെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതനാകുന്ന സാഹചര്യമാണ് CPIM-നുള്ളത്. അതിനുവേണ്ടിയാണ് CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും കണ്ണൂർ ജില്ലാ കമ്മിറ്റി നാളെയും ചേരുന്നത്. ഇന്ന് നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടപടി സംബന്ധിച്ച ഏകദേശ ധാരണയാകും. കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഘടകമായ ജില്ലാ കമ്മിറ്റിയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അവകാശം. അത് മേൽക്കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണ് നടപ്പിലാക്കേണ്ടത്. എന്തായാലും മേൽക്കമ്മിറ്റിയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്നലെ തന്നെ സംസ്ഥാന സമിതി യോഗത്തിന് ഇടയ്ക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയാലും നേരത്തെ SKN സൂചിപ്പിച്ച പോലെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കഴമ്പുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയാകും. പ്രത്യേകിച്ചും രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപമുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്ന ആക്ഷേപമുണ്ട്. പാർട്ടി 2 അന്വേഷണ കമ്മീഷനുകളെ നിയോഗിച്ച് പരിശോധിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കുന്നതിൽ മാത്രമാണ്, അതായത് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കുന്നതിൽ മാത്രമാണ് പോരായ്മകളുള്ളത്. അതിൻ്റെ പേരിൽ ഈ ഇപ്പോഴത്തെ MLA ആയ പയ്യന്നൂർ MLA ആയ TI മസൂദിനെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് തരം താഴ്ത്തിയത്. പിന്നീട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നടപടി പര്യാപ്തമല്ല എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.